ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. അംബിക വന്നിട്ട് ദീപക്കിനോട് ചോദിക്കുന്നത്, എന്താ മോനെ നീ ഇതുവരെ ഒരുങ്ങിയില്ലേ? അമ്മ എന്തോ ഈ പറയുന്നത്? ഞാൻ ഒരുങ്ങാനോ? എന്താ മോനെ ഒരു സന്തോഷമില്ലാത്ത പോലെ? ഞാൻ സന്തോഷിക്കാമേ, സന്തോഷിച്ചിട്ടേ ഞാൻ ഇവിടെ കിടന്നങ്ങ് തുള്ളിച്ചാടാ. അതാണല്ലോ വേണ്ടത്. അല്ല, എൻ്റെ മോൻ വലിയ ദേഷ്യത്തിലാണല്ലോ. ദേഷ്യപ്പെടാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ കിടന്ന് തുള്ളിച്ചാടണം? എടാ നീയൊന്ന് അടങ്ങടാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ പ്രയോജനം ചെയ്യുമെന്ന്? അമ്മ എന്തൊക്കെയായി പറയുന്നത്? അമ്മയ്ക്ക് എന്താ വട്ടാണോ? അതേടാ, അമ്മയ്ക്കിപ്പോൾ വട്ടാ. അമ്മയുടെ പ്രാന്ത് നിനക്ക് കാണണ്ടേ? നീ പോയി ഡ്രസ്സ് ചെയ്തിട്ട് വാ. അമ്മ എന്തുവാമ്മ ഈ പറയുന്നത്? എടാ ഞാൻ പറഞ്ഞത് തന്നെ. എൻ്റെ മോൻ ഒരുങ്ങി നല്ല മിടുക്കനായിട്ട് ഹോളിലോട്ട് വാ. ബാക്കി കാര്യങ്ങളൊക്കെ ഈ അംബിക നോക്കിക്കോളാം. അമ്മ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അമ്മയുടെ ഈ ധൈര്യം കാണുമ്പോൾ എനിക്കും ഒരു ധൈര്യം വരുന്നുണ്ട്. എന്തായാലും എനിക്കൊരു ടെൻഷനുണ്ടമ്മേ. നീ പോയി ഒരുങ്ങി വാടാ. നീയേ എൻ്റെ മകനാ, എൻ്റെ ഭാവിയാ. നിന്റെ കാര്യമേ ഈ അമ്മ നോക്കിക്കോളാം. ഞാൻ എന്താ വരുന്നമ്മേ എന്നും പറഞ്ഞ് ദീപക്ക് ഒരുങ്ങാൻ പോവുകയാണ്. അപ്പോൾ പൂജാരി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പൂജാരി അങ്ങോട്ട് വരുന്നുണ്ട്. പൂജാരി താമസിച്ചൻ്റെ കാര്യങ്ങളും യാമിനിയോട് പറയുന്നുണ്ട്. അതിനെന്താ കുഴപ്പമില്ല തിരുമേനി എന്നിങ്ങനെ യാമിനി പറയുകയും ചെയ്യുന്നുണ്ട്. അല്ല, രാജു എവിടെ? രാജു എത്തിയിട്ടില്ല. എന്നെ എല്ലാം ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് രാജു പോയിരിക്കുന്നത്. മേഡം, മുഹൂർത്തം കഴിയാറായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? അംബിക മേഡവും മകനും ശരിക്കും ആ കുട്ടിയെ അംഗീകരിച്ചിട്ടാണോ ഇങ്ങനൊരു ചടങ്ങിനൊരുക്കിയത്? അതിനൊന്നും ഒരു കുഴപ്പവും വരത്തില്ല. കാരണമേ ഈ ചടങ്ങ് നടത്താൻ പറഞ്ഞതും എല്ലാം പ്രതാപേട്ടനാ. ദിവ്യയുടെ അമ്മ വന്നപ്പോഴാ പ്രതാപേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പ്രതാപേട്ടൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എതിർത്ത് പറയാനോ പ്രവർത്തിക്കാനോ അമ്മയ്ക്കും മകനും ഒരു ധൈര്യവും ഉണ്ടാവത്തില്ല. പൂജാരി പറയുക, അയ്യോ ആശ്വാസമായി, എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു. പൂജാസാധനങ്ങളൊക്കെ റെഡിയാ. തിരുമേനി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. അങ്ങനെ പൂജാരി കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ്. എങ്കിൽ പിന്നെ അവരെ വിളിച്ചോളൂ എന്നിങ്ങനെ തിരുമേനി പറയുമ്പോൾ യാമിനി വിളിക്കാനായിട്ട് ഒരുങ്ങുമ്പോഴേക്കും ഋതിക കുഞ്ഞിനെ എടുത്ത് ദിവ്യയായിട്ടൊക്കെ ഇങ്ങോട്ട് വരുവാണ്. യാമിനി ഋതികയോട് ചോദിക്കുന്നു, മോളെ അംബികേച്ചിയും ദീപക്കിനെയും മോള് കണ്ടായിരുന്നോ? ഇല്ല ചെറിയമ്മേ, ഞാൻ കണ്ടില്ല. സമയമായെന്നാ തിരുമേനി പറയുന്നത്. അവരും കൂടി വന്നായിരുന്നെങ്കിലേ നമുക്ക് ചടങ്ങ് അങ്ങ് തുടങ്ങാമായിരുന്നു. ദിവ്യ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ അണിഞ്ഞ് പട്ടുസാരിയും നല്ല സുന്ദരിയായിട്ട് ഇരിപ്പുണ്ട്. യാമിനി ദിവ്യയുടെ സാരിയൊക്കെ ഇങ്ങനെ പിടിച്ചൊതുക്കുമ്പോൾ ദിവ്യ പറയുന്ന, അയ്യോ മേഡം ഇതൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ദിവ്യേ, നീ ഇപ്പോൾ ഇവിടുത്തെ വേലക്കാരിയല്ല, നീ ഇവിടുത്തെ ഒരു അംഗമാണ്. ഈ കുടുംബത്തിലെ ചോരയാ ഈ കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെന്നുള്ള സ്ഥാനം ദിവ്യയ്ക്ക് ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിലൊരു അംഗമായിട്ട് തന്നെയാണ് ദിവ്യ ഈ ചടങ്ങിൽ ഇരിക്കേണ്ടത്. ഞാൻ പറയുന്നതൊക്കെ ദിവ്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? നന്ദിയുണ്ട് യാമിനി മാഡം. എന്നോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് ഇവിടെ ഉള്ള എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ അംബിക മാഡവും ദീപക്കിയേട്ടനും എന്നെ സ്നേഹിക്കാത്തതിൽ എനിക്ക് വിഷമമില്ല. പക്ഷേ ഒന്നും അറിയാത്ത ഈ കുഞ്ഞിനോട് ശത്രുവിനെ പോലല്ലേ അവർ പെരുമാറുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോവാ അവർ ഈ കുഞ്ഞിനെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. അതൊക്കെ ശരിയാകും ദിവ്യയെ, നീ ഒന്ന് സമാധാനിക്ക്. എല്ലാ കൊല്ലവും എപ്പോഴും ഒരാളുടെ സ്വഭാവം ഇങ്ങനെ ഇരിക്കത്തില്ലല്ലോ. അവരുടെ ഈ സ്വഭാവങ്ങളൊക്കെ മാറി ദിവ്യയും കുഞ്ഞിനെ അംഗീകരിക്കുന്ന ഒരു കാലം വരും. ദിവ്യയുടെ അമ്മ ആകെ പേടിച്ച് നിൽക്കുവാണ്. യാമിനി മേഡം, അംബിക മേഡവും ദീപക് സാറും ഞങ്ങളോട് വല്ല വഴക്കും ഉണ്ടാക്കുവോ? അമ്മേ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അമ്മ ധൈര്യത്തോടെ ഇരിക്കും, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ പ്രതാപൻ അങ്ങോട്ട് ഒരുങ്ങി വരുന്നുണ്ട്. യാമിനി പറയുന്നു, പ്രതാപേട്ട മുഹൂർത്തത്തിന് സമയമായെന്നാ തിരുമേനി പറയുന്നത്. അംബികേച്ചിയും ദീപക്കിനെയും ഇതുവരെയും കണ്ടില്ല. ആഹാ, ഇതുവരെയും വന്നില്ലയോ? സമയമായോ തിരുമേനി? ആയി സാറേ, മുഹൂർത്തത്തിന് സമയമായി. പ്രതാപൻ ദീപക്കേ എന്ന് വിളിക്കുമ്പോൾ ദീപക് ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. നീ അവിടെ എന്തൊടുക്കുക? ഞാൻ ഒരുങ്ങുമായിരുന്നു അമ്മാവാ, സമയമായി, നീ എളുപ്പം ഇങ്ങോട്ട് താഴോട്ട് വാ. അപ്പോൾ ദീപക്കിൻ്റെ അടുത്തോട്ട് അംബികയും വരുന്നുണ്ട്. അമ്മേ, ദാണ്ട് അമ്മാവാൻ വിളിക്കുന്നു. ആ നീ വാ എന്നും പറഞ്ഞ അംബികയും മോനും കൂടെ വരുന്നുണ്ട്. എന്തോ വലിയൊരു ബോംബ് പൊട്ടിക്കാനാണ് അംബികയുടെയും മകൻ്റെയും മുഖത്ത് നല്ല പുഞ്ചിരി. തിരുമേനി പറയുന്നു, അച്ഛനും അമ്മയും ദാ ഇങ്ങോട്ട് ഇരുന്നോളൂ. ദീപക് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. ദിവ്യ കുട്ടിയുമായിട്ട് വന്ന് അവിടെ ഇരിക്കാൻ പോകുമ്പോൾ അംബിക ഇങ്ങനെ വല്ലാതെ നോക്കുന്നുണ്ട്. ദീപക്കിൻ്റെ അടുത്ത് ദിവ്യ കൈക്കുഞ്ഞുമായിട്ട് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് ദിവ്യയുടെ അമ്മ പ്രാർത്ഥിക്കുവാണ്, ദൈവമേ ഒരു പ്രശ്നവും ഉണ്ടാവല്ലേ. തിരുമേനി പറയുന്നു, ഇനി കുട്ടിയെ അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുത്തോളൂ. ആ സമയത്ത് ദീപക് അംബികയെ നോക്കുന്നു. അംബിക ഇങ്ങനെ കണ്ണ് കാണിക്കുന്നുണ്ട്, മേടിച്ചോന്ന്. അപ്പോൾ പ്രതാപൻ ചോദിക്കുന്നു, അല്ല രാജു ഇതുവരെ വന്നില്ലേ? ചടങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് നടത്തണമെന്ന് ഞാൻ അവനെയാണല്ലോ ഏൽപ്പിച്ചിരുന്നത്.
എന്നിട്ട് അവനിത് എവിടെ പോയി? ഹൃതിക പറയുന്നു, അച്ഛാ രാജു എന്തോ അത്യാവശ്യമായിട്ട് പോയതാ, ഇപ്പം വരും. ചടങ്ങിൻ്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും അവനിങ്ങ് വന്നാൽ മതിയായിരുന്നു. അപ്പോഴേക്കും രാജു ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. യാമിനി പറയുന്നത്, ദോ രാജു വരുന്നുണ്ടല്ലോ. പ്രതാപൻ പറയുന്നത്, എന്താ രാജു നീ വൈകിയത്? സോറി സാർ, അർജൻറ്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. രാജുവിൻ്റെ കയ്യിലൊരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ അംബിക കാണുന്നുണ്ട്. രാജുവും അംബികയെ ഒരു വിരട്ടുന്ന പോലാണ് ഒരു നോട്ടം. അംബികയെ ഒന്ന് പതറിക്കൊണ്ടാണ് രാജുവിനെ നോക്കുന്നത്. രാജു എന്തോ കുഴപ്പത്തിനുള്ള പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്ന് ദീപക്കിനും അംബികയ്ക്കും മനസ്സിലായി. അംബിക രാജുവിൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ പറയുക, ഇവനിപ്പോൾ എന്തിനാ ഹോസ്പിറ്റലിലോട്ട് പോയത്? ഇനി ഞങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ആ DNA റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയതായിരിക്കുമോ? തിരുമേനി പറയുന്നു, നമുക്ക് ഇനി നൂലുകെട്ടിലോട്ട് കടക്കാം. കുഞ്ഞിൻ്റെ അരയിൽ കെട്ടാനുള്ള നൂല് തിരുമേനി കൊടുത്തിട്ട് പറയുന്നു, ഇനി കെട്ടിക്കോളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ദീപക് ഇങ്ങനെ അംബികയെ നോക്കുവാണ്. അംബികയും കണ്ണുകൊണ്ട് കാണിക്കുന്നു കെട്ടിക്കോളാനെന്ന്. അങ്ങനെ ദീപക് മനസ്സില്ലാ മനസ്സോടെ ദേഷ്യത്തോടെ ദീപക്കിൻ്റെ മടിയിലിരുത്തി കുഞ്ഞിന് നൂലുകെട്ട് നടത്തുന്നുണ്ട്. നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞപ്പോൾ തിരുമേനി പറയുന്നു, കുഞ്ഞിനിടാനുള്ള പേര് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ 3 പ്രാവശ്യം പറയണം. ദീപക്കോ അവൻ്റെ അമ്മയോ ഇതുവരെ ആ കുഞ്ഞിൻ്റെ പേര് പോയിട്ട് കുഞ്ഞിനെ ഒന്ന് നോക്കുക പോലും കണ്ടിട്ടില്ല. അവരെന്തോന്ന് പേരിടാനാ? പെട്ടെന്ന് തിരുമേനി ചോദിക്കുന്നു, കുഞ്ഞിൻ്റെ അമ്മാവൻ്റെ സ്ഥാനത്ത് ആരാ നിൽക്കുന്നത്? പ്രതാപൻ പറയുന്നു, അത് രാജുവാണ്. അങ്ങനെയാണെങ്കിൽ രാജു ഇരുന്നോളൂ. രാജുവിൻ്റെ മടിയിൽ കൊച്ചിനെ കിടത്തിയിട്ട് അച്ഛൻ കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് പറയട്ടെ. രാജു ഉടനെ പറയുന്നു, അയ്യോ സാർ, ഞാനിരിക്കുന്നില്ല, ദീപക്കും ദിവ്യൻ തന്നെ ചെയ്യട്ടതല്ല. എങ്കിൽ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പ്രതാപനും തിരുമേനിയും പറയുന്നുണ്ട്. എന്ത് പേരാണ് നിങ്ങൾ കുഞ്ഞിന് വേണ്ടി കണ്ടിരിക്കുന്നത്? ദീപക് ഇങ്ങനെ അന്തം വിട്ടിരിക്കുവാണ്. എന്ത് പേര് പറയാന്? പെട്ടെന്ന് ദിവ്യ പറയാ, ദിവിൻ ദീപക്. അംബികയ്ക്കും ദീപക്കിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വലിയ സന്തോഷമായി. ദീപക് ഉടനെ ദേഷ്യത്തോടെ ചോദിക്കുക, കൊച്ചിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാ അതിന് എൻ്റെ പേരും കൂടെ ചേർത്ത് പറയുന്നത്? അത് കേട്ടിട്ട് ആ തിരുമേനി പറയുന്നു, അങ്ങനെയല്ല ദീപക് സാറേ, കുഞ്ഞിൻ്റെ പേര് പൂർണ്ണമായിട്ടും പറയണം. പറ്റില്ല, കൊച്ചിനെ ദിവിനെന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ദിവിനെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അല്ലാതെ എൻ്റെ പേര് കൂടെ ചേർത്ത് വെച്ചേ അങ്ങനൊന്നും ഡെക്കറേറ്റ് ചെയ്യണ്ട. അവൾ കണ്ടുപിടിച്ചിരിക്കുന്ന പേര് കണ്ടില്ലേ, ദിവിൻ. ദിവ്യ ഉടനെ പറയാ, ദിവ്യ ദീപക്, ഈ 2 പേരിനോട് സാമ്യമുള്ള പേര് നോക്കി ഇട്ടതാ. അങ്ങനെ എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ള പേര് നീ ഇടണ്ട. ഈ കൊച്ചിൻ്റെ പേരിൻ്റെ കൂടെ എൻ്റെ പേരങ്ങനെ ചേർക്കുകയും വേണ്ട. പ്രതാപനുടനെ പറയുക, ദീപക്കെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്, ആ പേരങ്ങോട്ട് പറഞ്ഞേ. ഇല്ലമ്മാവ, ഞാൻ പറയില്ല. എൻ്റെ പേര് ചേർത്തേ ഈ കൊച്ചിൻ്റെ ചെവിയിൽ ഞാൻ പറയില്ല. അതെന്താ കാര്യം? ഇത് നിന്റെ കുഞ്ഞല്ലയോ? എടി കൊച്ചിനെ വാങ്ങിക്കടി എന്നും പറഞ്ഞ് ദീപക് കൊച്ചിനെ ദിവ്യയുടെ മടിയിലോട്ട് വെച്ചു കൊടുത്തിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറയുക, അല്ല, ഇതെൻ്റെ കൊച്ചല്ല. ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഞാനിതിന് സമ്മതിക്കത്തില്ല. ഇതേ എൻ്റെ കുഞ്ഞൊന്നുമല്ല. അന്ന് ഇവിടെ കഴുത്തിൽ താലി കെട്ടിപ്പോയില്ലേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ മിണ്ടാതെ നിന്നേ ഉള്ളൂ. നിങ്ങളെല്ലാവരും കൂടി ഇവളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ഇനിയിപ്പം ഈ കൊച്ചിനെയും കൂടിയേ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. ഞാനിനി ഇതിനെ വളർത്തി വലുതാക്കി സ്കൂളിലും വിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണമായിരിക്കും. അങ്ങനെ കണ്ടവൻ്റെ കൊച്ചിനെയൊന്നും വളർത്തേണ്ട കാര്യമേ എനിക്കില്ല. അത് കേട്ടിട്ട് പ്രതാപൻ ദേഷ്യത്തോടെ ചോദിക്കുക, എന്തിൻ്റെ അടിസ്ഥാനത്തിലാടാ ഈ കുഞ്ഞ് നിൻ്റെതല്ല വേറെ ആരുടെയാണെന്ന് നീ പറയുന്നത്? സ്ത്രീത്വത്തെ അപമാനിക്കരുത് ദീപക്കെ. ഞാൻ ആരെയും അപമാനിച്ചിട്ടും ഒന്നുമില്ല, ഉള്ള കാര്യമാ പറഞ്ഞത്. വല്ലവൻ്റെയും കുഞ്ഞിനെ ചുമക്കേണ്ട കാര്യമൊന്നുമേ ഈ ദീപക്കനില്ല. പാവമല്ലേ, പോട്ടെ പോട്ടെ എന്ന് വിചാരിച്ചപ്പം എല്ലാവരും കൂടെ കയറി എൻ്റെ തലയിൽ കയറി അങ്ങ് ഞെരങ്ങുക. അംബിക ചോദിക്കുക, എന്താ ദീപക്കെ ഇത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണം അമ്മേ? ഇത് എൻ്റെ കുഞ്ഞല്ല. ഞാൻ എന്താ പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാകാത്തത്? പെട്ടെന്ന് അംബിക നാടകം തുടങ്ങി. കണ്ടില്ലേ പ്രതാപ, ഇത് അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ എന്തിനാ എല്ലാവരും കൂടെ അവനെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? അവനൊരു എടുത്തിയാട്ടക്കാരനും ദേഷ്യക്കാരനും ആയതുകൊണ്ടല്ലേ നിങ്ങളെല്ലാവരും കൂടി അവനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്നും പറഞ്ഞ് അംബിക കരയാൻ തുടങ്ങി. ചേച്ചിയുടെ കള്ളത്തരം മനസ്സിലാക്കാത്ത പ്രതാപൻ പറയുന്നു, ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? ചേച്ചി ടെൻഷനാകല്ലേ. ഈ നാടകം എവിടം വരെ പോകുമെന്ന് നോക്കി രാജു ഇങ്ങനെ നിൽക്കുവാണ്. രാജു പറയുക, സാർ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാജു എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ രാജു പറയുന്നു, ഈ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്ന് തെളിയിക്കാനുള്ള DNA റിപ്പോർട്ടാണിത്. അത് കേട്ടപ്പോഴേക്കും അംബികയും മോനും അങ്ങ് ഞെട്ടിപ്പോയി. അംബികയ്ക്ക് തല ചുറ്റുന്ന പോലായി. ദീപക്കാന്നെ വെളറി വെളുത്ത് നിൽക്കുന്നു. ഇതിനു മുമ്പ് 2 തവണയും ഞാൻ ഈ റിപ്പോർട്ടുമായി സാറിനെ കാണിക്കാൻ വന്നപ്പോൾ എനിക്ക് അതിനൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ DNA റിപ്പോർട്ട് സാർ നോക്കണം.
ഇതുപോലെയുള്ള റിപ്പോർട്ടല്ലേ ദിവ്യ ഇതിനു മുമ്പ് കീറിക്കളഞ്ഞത്? അതെ സാർ. പ്രതാപൻ ആ DNA റിപ്പോർട്ട് വായിച്ചിട്ട് അംബികയെ നോക്കുന്നു. രാജു പറയുക, ഈ റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയാ സാർ ഞാൻ രാവിലെ ഹോസ്പിറ്റലിലോട്ട് പോയത്. ഈ റിപ്പോർട്ടിൽ കുഞ്ഞ് ദീപക്കിൻ്റെതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബിക ഉടനെ പറയുക, അങ്ങനെയാണെങ്കിൽ എനിക്കും ചിലത് പറയാനുണ്ട്. അപ്പോഴൊരു പെണ്ണ് ഒരു റിപ്പോർട്ട് ഒക്കെ ആയിട്ട് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവൾ ആ റിപ്പോർട്ട് കൊണ്ടുവന്ന് അംബികയുടെ കൊടുക്കുവാണ്. അംബിക ആ റിപ്പോർട്ട് നോക്കിയിട്ട് പ്രതാപനോട് പറയുവാണ്, ഇതേ ഞാൻ എൻ്റെ മകനെ നമ്മുടെ നാട്ടിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പരിശോധിപ്പിച്ചതിൻ്റെ റിസൾട്ടാ. ഇത് പ്രതാപനൊന്ന് വായിച്ചു നോക്കിക്കേ എന്ന് പറഞ്ഞ് പ്രതാപൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. പ്രതാപൻ അത് വായിച്ചിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. അത് കണ്ടിട്ട് രാജു ചോദിക്കുന്നു, എന്തുവാ സാർ റിപ്പോർട്ട്? രാജു, ഈ റിപ്പോർട്ടിൽ പറയുന്നത് ദീപക്കിന് കുട്ടികളുണ്ടാകില്ലെന്നാണ്. അതായത് ദീപക്കിനൊരു കുഞ്ഞിൻ്റെ അച്ഛനാകാൻ കഴിയില്ലെന്ന്. ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനുള്ള കഴിവ് ദീപക്കനില്ലെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അത് കേട്ടിട്ട് ദീപക് അങ്ങ് സന്തോഷത്തോടെ നിൽക്കുവാണ്. കണ്ടില്ലേ പ്രതാപ, എനിക്ക് സംശയം ഉണ്ടായിട്ടേ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവനെ പരിശോധിപ്പിച്ചു. ഇവനെ പരിശോധിച്ചപ്പോഴേ ഡോക്ടർ പറഞ്ഞതാ ഇവൻ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാനാകില്ലെന്ന്. പക്ഷേ ഞാൻ ഇവനെ പല ടെസ്റ്റുകൾക്കും വിധേയനാക്കാൻ പറഞ്ഞു. ആ ടെസ്റ്റുകളുടെ റിസൾട്ടാണ് ഇപ്പം നിൻ്റെ കയ്യിലിരിക്കുന്നത്. ഡോക്ടറെ, ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. റിപ്പോർട്ട് വായിച്ചില്ലേ അംബിക മാഡം? അതിൽ കൂടുതലൊന്നും ഇനി മനസ്സിലാക്കാനൊന്നുമില്ല. അതിലുള്ളതൊക്കെ 100% സത്യമാണ്. അംബികയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിന് ശരിക്കും നന്ദി കാണിക്കണ്ടായോ ഡോക്ടർ? ഡോക്ടർ പറയുക, ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ആരോ ദീപക്കിൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കുവാണ്. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മാഡം. അയ്യോ, വളരെ നന്ദി ഡോക്ടറെ. കൃത്യസമയത്ത് ഇവിടെ വന്ന് ഈ റിപ്പോർട്ട് എൻ്റെ അനിയനെ കാണിച്ചതിൽ വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അംബിക ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട് അഭിനയം. അയ്യോ, നന്ദി വാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ടാണ് വർമ്മ സാറെ ഞാൻ ഇങ്ങോട്ട് നേരിട്ട് വന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ സാഹചര്യത്തിൽ ഇതൊക്കെ വന്നിവിടെ പറയണമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ സാർ എന്നും പറഞ്ഞ് വന്നവൾ അങ്ങ് പോകുന്നുണ്ട്. പ്രതാപൻ രാജുവിനോട് ചോദിക്കുന്നു, എന്താ രാജു ഇതൊക്കെ? അതാണ് സാർ എനിക്കും ഒന്നും മനസ്സിലാകാത്തത്. പ്രതാപൻ ദിവ്യയോട് ചോദിക്കും, ദിവ്യ ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? പാവം ദിവ്യ കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ദിവ്യയുടെ അമ്മ പറയുക, സാറേ എൻ്റെ മോളൊരു പാവമാണ്. അവൾ അങ്ങനെ കള്ളം പറയുന്ന ആളല്ല. ഒരു ചെറിയ വിഷയം പോലും അവൾ കള്ളം പറയത്തില്ല. നിങ്ങളാരും എൻ്റെ മോളെ അവിശ്വസിക്കരുത്. പ്രതാപൻ പറയുക, അമ്മേ ഇന്നത്തെ കാലം വളരെ മോശമാണ്. വലിയൊരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഡോക്ടർ നേരിട്ട് കൊണ്ടുവന്ന റിപ്പോർട്ടായത്. എനിക്കിത് എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നത്? അപ്പോൾ ആ രാജു കുഞ്ഞു കൊണ്ടുവന്ന റിപ്പോർട്ടോ സാർ? അതും ശരിയാണ്. ഒരു കാര്യം ചെയ്യും, നമുക്ക് ഈ ചടങ്ങ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. സമാധാനപരമായി ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ദീപക്കിനെ ടെസ്റ്റുകൾക്ക് വിധേയമാക്കാം. അടുത്ത തവണ ടെസ്റ്റ് നടത്തുമ്പോൾ അത് എൻ്റെ നേതൃത്വത്തിലായിരിക്കും നടത്തുന്നത്. അയ്യോ സാറേ, എൻ്റെ മോളും കുഞ്ഞും ഇനി എന്തു ചെയ്യും? ദിവ്യ തൽക്കാലം ഈ വീട്ടിൽ തന്നെ തുടരട്ടെ. അത് ദീപക്കിൻ്റെ ബെഡ്റൂമിൽ വേണ്ട, ഗസ്റ്റ് റൂമിൽ താമസിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോകുവാണ്. അംബികയും ദീപക്കും ജയിച്ച ഭാവത്തിൽ അവിടെ നിന്ന് എല്ലാവരെയും ഇങ്ങനെ നോക്കുന്നുണ്ട്. അംബിക കളിയാക്കിക്കൊണ്ട് പറയുക, 28ൻ്റെ കെട്ടും നടത്തി എൻ്റെ മോൻ്റെ പേരിൻ്റെ സാമ്യമുള്ള പേരും കണ്ടുപിടിച്ച് അതിൻ്റെ വാലിൽ അവൻ്റെ പേരും ചേർത്ത് കൊച്ചിൻ്റെ കാതിലോട്ട് ഓതിക്കെടുക്കുന്ന കാണാനുള്ള സന്തോഷത്തിലല്ലയോടി നീ രാവിലെ ഹാളിലോട്ട് വന്നത്? ഇപ്പം മനസ്സിലായോ ഹൃദയെ നിനക്ക്? അംബികയെ മകനെ അങ്ങനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. രാജുവും അംബികയെ തന്നെ നോക്കിയിട്ട് ആ നോട്ടത്തിൽ കുറേ അർത്ഥമുണ്ട്. അംബിക മാഡം, നിങ്ങൾ എവിടൊക്കെ പോയാലും അവിടൊക്കെ നിങ്ങൾക്ക് തടയായിട്ട് ഈ രാജു ഉണ്ടായിരിക്കും എന്നുള്ള ഭാവത്തിലാണ് രാജുവിൻ്റെ നോട്ടം. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനായിരിക്കും ഇനി അടുത്ത DNA ടെസ്റ്റ് നടത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ദീപക്കിൻ്റെയും അംബികയുടെയും കള്ളത്തരമെല്ലാം പ്രതാപൻ കയ്യോടെ പിടിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.